നമസ്കാരം. 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ കെമിക്കൽ ബോണ്ടിങ് അഥവാ രാസബന്ധനം എന്ന പാഠമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കോവാലൻ്റ് ബോണ്ട് വഴി ഒരേ മൂലകങ്ങൾ അടങ്ങിയിരിക്കുന്ന തന്മാത്രകൾ എങ്ങനെ രൂപം കൊള്ളുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വ്യത്യസ്ത മൂലകങ്ങൾ അടങ്ങിയ തന്മാത്രകൾ എങ്ങനെയാണ് കോവാലൻ്റ് ബോണ്ട് വഴി രൂപം കൊള്ളുന്നത് എന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വ്യത്യസ്ത ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന സഹസംയോജക ബന്ധനം. ഹൈഡ്രജൻ ക്ലോറൈഡ് ആണ് ഇവിടെ ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്നത്, HCl. ഇതിലെ തന്മാത്രയിലെ രാസബന്ധനമാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വഴി ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട് ടെക്സ്റ്റിൽ. ഹൈഡ്രജനും ക്ലോറിനും തങ്ങളിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്, ഒരു ഇലക്ട്രോൺ ആണ് അതിനുള്ളത്, ഒരു ഷെല്ലേ ഉള്ളൂ. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17 ആണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 7. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോണുകളാണുള്ളത്. അതിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ഇലക്ട്രോണിനെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഹൈഡ്രജനും അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ഇലക്ട്രോണിനെ കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇവ തങ്ങളിൽ ചേർന്ന് വരുമ്പോൾ പരസ്പരം ഓരോ ഇലക്ട്രോണുകളെ വീതം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു. അങ്ങനെ ഒരു ജോഡി ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ സിംഗിൾ ബോണ്ടിങ് ആണ് അവയ്ക്കിടയിൽ ഉള്ളത്. കോവലൻ്റ് ബോണ്ടിങ് തന്നെ സിംഗിൾ ബോണ്ട്. അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് കാർബൺ ടെട്രാ ക്ലോറൈഡ് തന്മാത്രയുടെ രൂപീകരണം എങ്ങനെയാണെന്ന് നോക്കാം. CCl4. ഒരു കാർബൺ ആറ്റവും 4 ക്ലോറിൻ ആറ്റങ്ങളും ചേർന്നതാണ് കാർബൺ ടെട്രാ ക്ലോറൈഡ്. ഇതിൽ കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. 2, 4 എന്നുള്ളതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോണുകളാണുള്ളത്. 4 എണ്ണത്തിനെ കൂടെ കിട്ടിയാൽ മാത്രമേ 2, 8 എന്നുള്ള ഒക്ടറ്റ് കോൺഫിഗറേഷനിൽ അതിന് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ കാർബൺ ആറ്റത്തിന് അഷ്ടകം പൂർത്തിയാക്കാൻ എത്ര ഇലക്ട്രോൺ ആവശ്യമുണ്ട്? 4 എണ്ണം. ക്ലോറിൻ ആറ്റത്തിന് അഷ്ടകം പൂർത്തിയാക്കാൻ എത്ര ഇലക്ട്രോൺ വേണമെന്ന് നമുക്കറിയാം, ഓൾറെഡി ഒരെണ്ണം മതിയാവും അല്ലേ. കാർബണിന് അഷ്ടകം പൂർത്തിയാക്കാൻ എത്ര ക്ലോറിൻ ആറ്റവുമായി സംയോജിക്കേണ്ടി വരും? 4 എണ്ണവുമായിട്ട് സംയോജിക്കേണ്ടി വരും. കാർബൺ ടെട്രാ ക്ലോറൈഡ് തന്മാത്രയിൽ ഏതുതരം രാസബന്ധനത്തിനാണ് സാധ്യത? കോവാലൻ്റ് ബോണ്ടിന്. അവിടെ ഷെയറിംഗ് ആയിരിക്കും നടക്കുക. കാർബൺ ടെട്രാ ക്ലോറൈഡ് തന്മാത്രയുടെ രൂപീകരണം നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇവിടെ നോക്കുക, കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 എന്ന് പറഞ്ഞു. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോണുകളാണുള്ളത്, പ്ലസ് 4 ക്ലോറിൻ ആറ്റങ്ങളുമായിട്ടാണ് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടുന്നത്. ഇവിടെ 4 ക്ലോറിൻ ആറ്റങ്ങളാണുള്ളത്. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17 ആണ്. അപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ വരും. അപ്പോൾ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഇലക്ട്രോണും കൂടെ ആവശ്യമുണ്ട്. ആ ഒരു ഇലക്ട്രോണിനെ കാർബൺ ആറ്റമാണ് ഷെയർ ചെയ്യുക. അപ്പോൾ നോക്കിക്കോളുക, സെൻറ്ററിൽ ഒരു കാർബൺ ആറ്റവും ചുറ്റിനും 4 ക്ലോറിൻ ആറ്റങ്ങളും ഉണ്ട്. അങ്ങനെ അവ പരസ്പരം ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യുന്നു. കാർബൺ മാത്രം 4 ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യുന്നുണ്ട്. ഓരോ ക്ലോറിൻ ആറ്റവും ഓരോ ഇലക്ട്രോണുകളെ വീതവും ഷെയർ ചെയ്യുന്നു. അപ്പോൾ നോക്കുക, കാർബൺ ആറ്റം ഓരോ ക്ലോറിൻ ആറ്റവുമായി എത്ര ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെക്കുന്നു? ഓരോ ജോഡി ഇലക്ട്രോണുകളെ അല്ലേ. കാർബൺ ആറ്റം എല്ലാ ക്ലോറിൻ ആറ്റങ്ങളുമായി ആകെ എത്ര ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെക്കുന്നു? 4 ജോഡി ഇലക്ട്രോണുകളെ. സഹസംയോജക ബന്ധനം വഴി ഉണ്ടാകുന്ന സംയുക്തങ്ങളെ സഹസംയോജക സംയുക്തങ്ങൾ അഥവാ കോവാലൻ്റ് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കാം. അലോഹ മൂലകങ്ങൾ തമ്മിൽ സംയോജിക്കുമ്പോൾ സാധാരണയായി സഹസംയോജക സംയുക്തങ്ങളാണ് ഉണ്ടാകുന്നത്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അലോഹ മൂലകങ്ങൾ തമ്മിൽ സംയോജിക്കുമ്പോൾ സാധാരണയായി സഹസംയോജക സംയുക്തങ്ങളാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ കുറച്ച് നോൺ മെറ്റലുകൾക്ക് ഉദാഹരണമാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ ഇവയൊക്കെ. ഇവയ്ക്കിടയിൽ ഉണ്ടാകുന്ന കോവാലൻ്റ് ബോണ്ടിങ് നമുക്കൊന്ന് പരിചയപ്പെടാം. സഹസംയോജക സംയുക്തങ്ങൾക്ക് ചില ഉദാഹരണങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയിലെ രാസബന്ധനം ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഉപയോഗിച്ച് ചിത്രീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. CH4 മീഥെയ്ൻ, HF ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, H2O വാട്ടർ. ഇവ 3 എണ്ണത്തിൻ്റെയും ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് വരച്ച് നോക്കാം. ഫസ്റ്റ് വൺ നമുക്ക് മീഥെയ്ൻ നോക്കാം. CH4 ഹൈഡ്രജനും കാർബണും ചേർന്നിട്ടാണ് മീഥെയ്ൻ ഫോം ചെയ്യുന്നത്. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 4. അപ്പോൾ ഒരു കാർബണും 4 ഹൈഡ്രജൻ ആറ്റവും തങ്ങളിലാണ് കോവാലൻ്റ് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത്. സിംഗിൾ ബോണ്ടാണ് അവിടെ ഫോം ചെയ്യുന്നത്. 4 സിംഗിൾ ബോണ്ട് വഴിയാണ് കാർബണും ഹൈഡ്രജനുമായിട്ട് ചേർന്ന് മീഥെയ്ൻ ഫോം ചെയ്തിരിക്കുന്നത്. അടുത്തത് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ആണ്. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1. ഫ്ലൂറിൻ്റെത് അറ്റോമിക് നമ്പർ 9 ആണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 7.
ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രത്തിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളെ മാത്രമേ നമ്മൾ വരച്ച് കാണിക്കുകയുള്ളൂ. അപ്പോൾ ഹൈഡ്രജൻ്റെയും ഫ്ലൂറിൻ്റെയും ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളെ അവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും തങ്ങളിൽ ഓരോ ഇലക്ട്രോണുകളെ വീതം ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു. ഇവിടെ ഓരോ പെയർ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹൈഡ്രജൻ ഫ്ലൂറൈഡിൽ സിംഗിൾ ബോണ്ടാണുള്ളത്. അടുത്തത് H2O വാട്ടറാണ്. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. 2, 6 എന്നുള്ളതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്സിജന് അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ 2 ഇലക്ട്രോണുകളെ കൂടെ ആവശ്യമുണ്ട്. തൊട്ടടുത്ത് നിൽക്കുന്നത് ഹൈഡ്രജൻ ആറ്റങ്ങളാണ്. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ എന്ന് നമുക്കറിയാം. ഒരെണ്ണത്തിനെ കൂടെ കിട്ടിയാൽ മാത്രമേ അതിന് ഒരു സ്ഥിരത കൈവരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഓക്സിജനും തൊട്ടടുത്ത് നിൽക്കുന്ന 2 ഹൈഡ്രജൻ ആറ്റങ്ങളും തങ്ങളിൽ ചേർന്ന് വരുമ്പോൾ 2 ഹൈഡ്രജൻ ആറ്റങ്ങളിലെയും ഓരോ ഇലക്ട്രോണുകളെ വീതം ഓക്സിജനുമായിട്ട് ഷെയർ ചെയ്യുന്നു. അങ്ങനെയാണ് H2O മോളിക്യൂൾ ഉണ്ടാകുന്നത്. ഇവിടെയും ഹൈഡ്രജൻ ആറ്റത്തിലെ ഒരു ഇലക്ട്രോണും ഒരു ഓക്സിജൻ ആറ്റത്തിലെ ഒരു ഇലക്ട്രോണും തങ്ങളിലാണ് ബോണ്ടിങ് നടക്കുന്നത്, ഷെയറിങ് നടക്കുന്നത്. അങ്ങനെ 2 സിംഗിൾ ബോണ്ടുകളാണ് H2O മോളിക്യൂളിലുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത് കോവാലൻ്റ് ബോണ്ട് വഴി വ്യത്യസ്ത മൂലകങ്ങളുള്ള തന്മാത്രകൾ എങ്ങനെ രൂപം കൊള്ളുന്നു എന്നുള്ളതാണ്. ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്